ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു അടിപൊളി കഥയാണ്. ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഹെൽപ്പറിനെ കുറിച്ചുള്ള കഥ. ആളുടെ പേരെന്താണെന്നറിയാമോ? മോശ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ സ്കൂളില് കഴിക്കാൻ പോവാണെന്ന് വെച്ചോ, ഒരു ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ആരെയാ ടീം ക്യാപ്റ്റൻ ആക്കുക? ഏറ്റവും നന്നായിട്ട് ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ ഓടുന്ന കൂട്ടുകാരനെ ആയിരിക്കും, ശരിയല്ലേ? എന്നാൽ ഒരു രസമുള്ള കാര്യമുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലത്തെ ആൾക്കാരെ ആയിരിക്കില്ല ചിലപ്പോൾ ദൈവം ഒരു ലീഡറാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഭയങ്കര വ്യത്യാസമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആളുടെ പേരാണ് മോശ. ഈ മോശ ഒരു വലിയ രാജകൊട്ടാരത്തിലൊന്നും അല്ല കേട്ടോ താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു സാധാരണ ആളായിരുന്നു. നല്ല ചൂടുള്ളൊരു മരുഭൂമിയിൽ തന്റെ അമ്മായിയപ്പന്റെ കുറെ ആടുകളെ നോക്കി നടത്തുകയായിരുന്നു പുള്ളിയുടെ ജോലി. അങ്ങനെ ഒരു ദിവസം മോശ ആടുകളെയൊക്കെ മേച്ചുകൊണ്ട് ഒരു വലിയ മലയുടെ അടുത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ജീവിതത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭയങ്കര അത്ഭുതം കാണുന്നത്. എന്തായിരിക്കും അത്? അവിടെ ഒരു ചെറിയ ചെടി, ഒരു മുൾപടർപ്പ്, അതിന് തീ പിടിച്ചിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എത്ര കത്തിയിട്ടും ആ ചെടി കരിഞ്ഞു പോകുന്നില്ല. അതിലെ ഇലകളൊക്കെ നല്ല പച്ചയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോ മോശയ്ക്ക് മനസ്സിലായി, ഇത് സാധാരണ തീയല്ല, ഇത് ദൈവം കാണിച്ചു തരുന്ന ഒരു അത്ഭുതമാണ്. മോശ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് ഒരു ശബ്ദം, മോശേ മോശേ. അത് ദൈവമായിരുന്നു സംസാരിച്ചത്. മോശയ്ക്ക് ശരിക്കും പേടിയായി. അദ്ദേഹം പറഞ്ഞു, അടിയൻ ഇതാ ഇവിടെയുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, മോശേ, നീ നിന്റെ കാലിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് അയച്ചുമാട്ട്. കാരണം നീ നിൽക്കുന്ന ഈ സ്ഥലം അതൊരു വിശുദ്ധ സ്ഥലമാണ്. അത് സാധാരണ ഒരു മണ്ണായിരുന്നിരിക്കാം, പക്ഷെ ദൈവം അവിടെ വന്നതുകൊണ്ട് ആ സ്ഥലം വളരെ സ്പെഷ്യലായി മാറി. അതിനുശേഷമാണ് ദൈവം മോശയോട് ആ വലിയ കാര്യം പറയുന്നത്. എന്താണെന്നറിയാമോ? ഈജിപ്ത് എന്ന രാജ്യത്ത് ദൈവത്തിന്റെ ആൾക്കാരായ ഇസ്രായേലിയർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ, അവരുടെ നേതാവാകാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് മോശയാണ്. പക്ഷേ ഈ വലിയ ജോലി കിട്ടിയപ്പോൾ മോശയ്ക്ക് സന്തോഷം വന്നില്ല. പകരം അദ്ദേഹത്തിന് നല്ല പേടി തോന്നി. അയ്യോ, ഇത്രയും വലിയൊരു കാര്യമോ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് മോശ മനസ്സിൽ വിചാരിച്ചു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ കൂട്ടുകാരെ? ക്ലാസ്സിൽ ടീച്ചർ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പേടിയും മടിയും ഒക്കെ തോന്നില്ലേ? അയ്യോ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. അതുപോലെ തന്നെയാണ് മോശയ്ക്കും തോന്നിയത്. അതുകൊണ്ട് മോശ ദൈവത്തോട് തന്റെ പേടി അതുപോലെ തന്നെ പറഞ്ഞു. ദൈവമേ, എനിക്ക് നന്നായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്റെ വാക്കുകളൊക്കെ ഇടറിപ്പോകും. ഞാനൊരു നല്ല ലീഡർ ആകില്ല. എന്നെ അയക്കല്ലേ. അപ്പം മോശ ഇങ്ങനെ പേടിച്ച് സംസാരിച്ചപ്പോ ദൈവത്തിന് ദേഷ്യം വന്നോ? ഇല്ല. ദൈവത്തിന് കാര്യം മനസ്സിലായി. മോശയുടെ പേടി മാറ്റാൻ ദൈവത്തിന്റെ കയ്യിൽ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. മോശയുടെ പേടി മാറ്റിക്കൊടുക്കാൻ വേണ്ടി ദൈവം അദ്ദേഹത്തിന് 2 അടിപൊളി ഗിഫ്റ്റുകൾ കൊടുത്തു. എന്തൊക്കെയായിരുന്നു ആ ഗിഫ്റ്റുകളെന്ന് നമുക്ക് നോക്കിയാലോ? ഒന്നാമത്തെ ഗിഫ്റ്റ് ഒരു പ്രോമിസ് ആയിരുന്നു. ദൈവം പറഞ്ഞു, മോശേ, നീ ഒട്ടും പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. രണ്ടാമതായി, മോശയ്ക്ക് സംസാരിക്കാൻ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചേട്ടനായ അഹരോനെയും ദൈവം കൂടെ അയച്ചുകൊടുത്തു. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ വലിയ കാര്യം എന്താണെന്നറിയാമോ? ദൈവം നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ട എല്ലാ ഹെൽപ്പും ദൈവം തന്നെ നമുക്ക് തരും. അപ്പോ ഒന്നുകൂടി ഓർത്തേ, എന്തുകൊണ്ടാണ് മോശ ഒരു വലിയ നേതാവായത്? അദ്ദേഹം നല്ല ശക്തിയുള്ള ആളായിരുന്നതുകൊണ്ടാണോ, അതോ ഒച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ടാണോ? അല്ല, മോശയെ ഒരു നല്ല നേതാവാക്കിയത് വേറെ ചില കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് വിനയമുണ്ടായിരുന്നു. അതായത്, എനിക്ക് ദൈവത്തിന്റെ സഹായം വേണം, ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 2, അദ്ദേഹത്തിന് ദയയുണ്ടായിരുന്നു. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. 3, അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാണെന്നറിഞ്ഞിട്ടും ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: നമ്മൾ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും ദൈവത്തോട് എന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളെയും സഹായിക്കും. മോശ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഹെൽപ്പർ ആയിരുന്നില്ലേ? അതുപോലെ നിങ്ങൾക്കും ദൈവത്തിന്റെ ഒരു ഹെൽപ്പർ ആകാൻ പറ്റും. എങ്ങനെയാണെന്നറിയണ്ടേ? ദൈവം മോശയ്ക്ക് കഴിവുകൾ കൊടുത്തതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും കുറെ നല്ല കഴിവുകൾ തന്നിട്ടുണ്ട്. ചിലർക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാമായിരിക്കും, മറ്റു ചിലർക്ക് പാട്ടുപാടാൻ അറിയാമായിരിക്കും.
നിങ്ങളുടെ കയ്യിലുള്ള ഒരു കളിപ്പാട്ടം ഫ്രണ്ടിന് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കരഞ്ഞിരിക്കുമ്പോ പോയി സമാധാനിപ്പിക്കുന്നത്, അതൊക്കെ ദൈവം തന്ന നല്ല കഴിവുകളാണ് കേട്ടോ. അതുകൊണ്ട് ഇനിയൊരു നല്ല കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പേടി തോന്നുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയരുത്. പകരം മോശയെ പോലെ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ സഹായിക്കണമേ. ഉറപ്പായിട്ടും ദൈവം സഹായിക്കും. കാരണം ദൈവം തന്ന കഴിവുകൾ ഉപയോഗിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ കാര്യം. അന്നേ ദിവസം മോശയ്ക്ക് കൊടുത്ത ആ വാഗ്ദാനം, ആ പ്രോമിസ്, അത് ഇന്ന് നിങ്ങൾക്കും കൂടിയുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഓർമ്മവാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് ഒരുമിച്ച് പറയാം. ആകയാൽ നീ പോക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്ത് പറയണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ദൈവം തന്നെ നമുക്ക് ഐഡിയ തരും, നമ്മളെ പഠിപ്പിച്ചു തരും. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നർത്ഥം. അപ്പോ കഥ എല്ലാവർക്കും ഇഷ്ടായോ? എന്നാ പിന്നെ നമുക്കൊരു കുഞ്ഞു ഗെയിം കളിച്ചാലോ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയണം. റെഡിയാണോ? ഒന്നാമത്തെ ചോദ്യം, മരുഭൂമിയിൽ മോശയുടെ ജോലി എന്തായിരുന്നു? ആടുകളെ മേയ്ക്കുന്നതായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, മലയുടെ മുകളിൽ വെച്ച് മോശ കണ്ട ആ അത്ഭുതം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അതെ, കത്തിക്കൊണ്ടിരുന്ന പക്ഷേ കരിഞ്ഞു പോകാതിരുന്ന ആ മുൾപടർപ്പ്. കറക്റ്റ്. ഇനി അടുത്തത്, മോശയ്ക്ക് സംസാരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാൻ വേണ്ടി ദൈവം ആരെയാണ് കൂടെ അയച്ചത്? ആരായിരുന്നു അത്? മോശയുടെ ചേട്ടൻ അഹറോൻ. മിടുക്കർ. അവസാനത്തെ ചോദ്യം, മോശ ഒരു നല്ല നേതാവാകാൻ ഒരു കാരണം പറയാമോ? അദ്ദേഹത്തിന്റെ ഒരു നല്ല സ്വഭാവം. അദ്ദേഹത്തിന് വിനയമുണ്ടായിരുന്നു, ദയയുണ്ടായിരുന്നു, പിന്നെ നല്ല ധൈര്യവുമുണ്ടായിരുന്നു. എല്ലാവരും കഥ നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടു. നമുക്ക് അടുത്ത തവണ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.